ഈ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം വിടുന്നു എന്നാദ്യം പറഞ്ഞു, പിന്നെ രാഷ്ട്രീയം വിടുന്നില്ല, MP ആയിട്ടുള്ള എൻ്റെ പൊതുസേവനം അവസാനിച്ചു എന്ന് തിരുത്തു വന്നു. ആകെ ഒരു കൺഫ്യൂഷൻ. പിന്നെ ഈ തോറ്റ ആളുകളെയും മന്ത്രിയാക്കിയിട്ടുണ്ട്. മുരുകനെ തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിയാക്കി. രാജീവ് ചന്ദ്രശേഖരനെ ആക്കിക്കൂടായിരുന്നോ? അല്ല, ഇപ്പോൾ ആരെ ആക്കണം ആക്കരുത് എന്നൊക്കെ അവർ പാർട്ടി, പാർലമെൻ്ററി പാർട്ടി വേണ്ടപ്പെട്ട ആൾക്കാർ പ്ലസ് പ്രധാനമന്ത്രി, ആഫ്റ്റർ ആൾ പ്രധാനമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊരു സേ ഉണ്ട്. അതൊക്കെ കൂടി അവർ തീരുമാനിച്ചു. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ വന്നില്ല, സെക്കൻഡ് റൗണ്ടിൽ വന്ന് കൂടായികയുമില്ല. ആ ട്വീറ്റിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു അത് ഒരു ഇൻറ്റേൺ, പുതിയതായിട്ട് വന്ന ഇൻറ്റേൺ ഇട്ട ട്വീറ്റാണ്, അതുകൊണ്ടാണ് അത് പിൻവലിച്ചത്. 18 വർഷത്തെ എൻ്റെ MP ജീവിതം അവസാനിച്ചു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാര്യമൊക്കെ ശരി, പക്ഷേ അതിൻ്റെ ടൈമിംഗ് നോക്കൂ. 18:06 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയപ്പോഴാണ്, 6 സെക്കൻഡ് ആയപ്പോഴാണ് ഇദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇത്രയും ഗൗരവമുള്ളൊരു ട്വീറ്റ് ഒരു ഇൻറ്റേണിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം എന്തായിരുന്നു? വാസ് ഇറ്റ് വെരി അർജൻറ്റ്? 7:15 സത്യപ്രതിജ്ഞ നടക്കാൻ പോവാം. ഓക്കെ, നിങ്ങൾ പൊതുപ്രവർത്തനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു, അല്ലെങ്കിൽ MP സ്ഥാനം എന്നുള്ളത് 18 വർഷം ഉണ്ടായിരുന്നു പോലും, എനിക്കറിഞ്ഞുകൂടാ, മേ ബി. അപ്പോൾ 18 വർഷം എൻ്റെ MP സ്ഥാനം കഴിഞ്ഞു, ഇനി ഞാൻ ജനസേവനാർത്ഥം ഇറങ്ങുന്നു, അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ ഇരിക്കാൻ പോകുന്നു, എന്തുമായിക്കോട്ടെ. അത് അർജൻറ്റായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ട സമയമായിരുന്നോ ഇത്? ദ ടൈമിംഗ് വിച്ച് യു ഹാവ് ചോസ് ഹാസ് ക്രിയേറ്റഡ് സസ്പീഷൻ. ഇതാണ് 7:15 സത്യപ്രതിജ്ഞ, 6 മണിക്ക് നിങ്ങൾ അത്ര സുഖമല്ലാത്ത ഒരു ട്വീറ്റ് ഇടുന്നു. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ മുഖവിലയ്ക്ക് എടുക്കുന്നു, ശരിയാണ്, ഒരു ഇൻറ്റേണിനെ വെച്ചു, അയാൾ തെറ്റായ ട്വീറ്റ് ഇട്ടു. ശരിയായ ട്വീറ്റ് നിങ്ങളുടെ എന്തായിരുന്നു? 18 വർഷത്തെ MP ജീവിതത്തിന് വിരാമമിടുന്നു, ഇട്ട് കഴിഞ്ഞല്ല, യു ആർ ഔട്ട്. തോറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ 4-ാം തീയതി തന്നെ എല്ലാവരും അറിഞ്ഞു. അപ്പം 4-ാം തീയതി മുതൽ 9-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ഇല്ലാത്ത എന്ത് കാരണമാണ് നിങ്ങൾക്ക് ഈ ട്വീറ്റ് ഇടാനുണ്ടായത്? എൻ്റെ MP ജീവിതം അവസാനിച്ചു, പക്ഷേ ഞാൻ BJP-കാരനായിട്ട് ഇതൊക്കെ സമ്മതിച്ചു. ബട്ട് വാട്ട് അബൌട്ട് ദ ടൈമിംഗ്? വാട്ട് വാസ് ദ നെസസിറ്റി ടു പോസ്റ്റ് എ തിങ് ഇൻ ദ X അറ്റ് ദിസ് ടൈം? അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ദർ ഈസ് സംതിങ് വിച്ച് ഇസ് ഡിസ്റ്റർബിങ് യു ഇൻ യുവർ മൈൻഡ്. വാട്ട് ഈസ് ദാറ്റ്? മന്ത്രിയായില്ല, യു ബി ശരി ആയില്ല, അതാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അല്ല, അത് എഴുതിയാൽ എന്താ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഞാൻ ഈ അമേരിക്കൻ പൊളിറ്റീഷ്യൻസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവിടെയാണ്. അവർ 2 കാര്യങ്ങൾ തുറന്നു പറയും. ഒന്ന്, ഐ ആം എലിജിബിൾ ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ, ദ പ്രസിഡൻറ്റ് ഓഫ് US. ഐ ആം എലിജിബിൾ. Now let people decide. They can vote me or vote against me, whatever it is. But I consider myself eligible. ഇത് ഇന്ത്യയിൽ പറഞ്ഞാൽ ഒരു മോശം കാര്യമാണ്. അതെ, ഞാൻ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവനാണ്. കാരണം അവർ ഇതിപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ആ പദവിക്ക് വേണ്ടി ഞാൻ അപേക്ഷ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതൊരു കുറച്ചിലായിട്ട് ആരെങ്കിലും കാണാറുണ്ടോ? വാട്ട് ഈസ് യുവർ എലിജിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു, ഇന്ന തീസിസ് എഴുതിയിട്ടുണ്ട്, ഇന്ന PhD ഇട്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ എഴുതുന്നില്ലേ? ആൻഡ് ദെൻ ഐ എം ക്ലെയിമിങ് ദാറ്റ് ഐ ആം ദ മോസ്റ്റ് എലിജിബിൾ കാൻഡിഡേറ്റ്. അത് കഴിഞ്ഞിട്ട് തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. നിങ്ങളെ എന്തിന് ഞങ്ങൾ പ്രൊഫസറായിട്ട് നിയമിക്കണം പറയൂ മോഹൻദാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഇന്ന കാരണങ്ങളാൽ നിങ്ങൾ എന്നെ നിയമിക്കണം എന്ന് പറയുന്നു. അവിടെ ഒന്നും ചളിപ്പില്ലാത്ത നമുക്ക് രാഷ്ട്രീയത്തിൽ വന്നു കഴിയുമ്പോൾ മന്ത്രിയാകാൻ ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞാൽ അത് അയോഗ്യതയായിട്ട് മാറും. മന്ത്രിയാവാനായിട്ട് നിങ്ങൾ ഈ വേണ്ടാത്ത കളി കളിച്ചു കഴിഞ്ഞാൽ അത് മിടുക്കൻ, അങ്ങനെ സമർത്ഥനായിട്ടോ, പുള്ളി അത് സാധിച്ചെടുത്ത് മിടുക്കനാണ്. സത്യസന്ധമായിട്ട് ഞാൻ ഇതിന് യോഗ്യതയുണ്ട്, എനിക്ക് പിന്നെ മന്ത്രിയാക്കുവാക്കാതിരിക്കുക, അത് പ്രധാനമന്ത്രിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇയാൾ കുലം കുത്തിയും കുലദ്രോഹിയൊക്കെ ആകും. അതാ മനസ്സിലാവാത്തത്. ഞാനൊരു ഒരു താഴ് ഞാൻ തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. സുനിൽ പറയുകയാണ് അതിങ്ങോട്ട് തന്നെ, എല്ലാ മനുഷ്യരും പറയും അതിങ്ങോട്ട് തന്നെ ഞാൻ തുറക്കാമെന്ന് പറയുന്നു. സുനിൽ നോക്കുന്നു, ചിലപ്പോൾ തുറക്കും, ചിലപ്പോൾ സുനിൽ വിചാരിച്ചാലും തുറക്കാൻ പറ്റില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഫീൽ ദാറ്റ് യു ക്യാൻ ഓപ്പൺ ഇറ്റ്.
ആൻഡ് ഐ ഹാവ് ഫെയിൽഡ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ആ മന്ത്രിയുടെ പെർഫോമൻസ് അത്ര ശരിയല്ല കേട്ടോ, ആ മിനിസ്ട്രി എന്നെ ഏൽപ്പിച്ച് ഞാനത് ശരിയാക്കി തരാം എന്നൊരാൾ പറഞ്ഞാൽ വലിയ അപരാധമാണ് ഇന്ത്യ, അല്ലേ? അധികാര മോഹി, അയ്യോ പാര വെച്ചു. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? യു നോ ഹി ഹാസ് ഫെയിൽഡ്. Now you try me, I can do that. I know it better. That doesn't mean that I will definitely win. But there is a chance. വേറൊരാളെ വെച്ച് നോക്ക്. ഇതൊന്നും ഭാരതത്തിൽ എന്തോ പറയാൻ പാടില്ല. എനിക്ക് ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയും സകല സ്ഥാനത്തിന് വേണ്ടി കണി കണ്ടവരെ മുഴുവൻ പാരവയ്ക്കുകയും കൂടെ നിൽക്കുന്നവനെ കുത്തിക്കൊല്ലുകയും കുതികാല് വെട്ടുകയും ഒക്കെ ചെയ്യുന്നവനാണ് യോഗ്യൻ, പരമയോഗ്യൻ. അങ്ങനെയാണ് കരുണാകരൻ എന്ന പൊളിറ്റീഷ്യൻ കേരളത്തിൽ യോഗ്യനാവുന്നത്. EMS യോഗ്യനാവുന്നത് അങ്ങനെയാണ്. ഫ്രം ഡേ വൺ എം ഗോവിന്ദൻ നായരാണ് മുഖ്യമന്ത്രിയാവേണ്ടത് കേരളത്തിൽ. ബട്ട് EMS ടപ്പ് എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് വന്ന് അമ്മ വേണ്ട കളി EMS യോഗ്യനായി. ബുദ്ധി രാക്ഷസൻ ചാണക്യൻ എന്ത് മഹാഭാവമാണെന്നറിയാമോ? ചാണക്യൻ ഇതുപോലെ അധികാരത്തിന് വേണ്ടിയിട്ട് വേല കളിക്കുന്ന ആളായിരുന്നാണ് ആൾക്കാരുടെ വിചാരം. ദേ നെവർ റീഡ് ചാണക്യൻ. ഇങ്ങനത്തെ പ്രവൃത്തികൾ സ്വന്തം ഇതിനകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ചാണക്യൻ ആവശ്യം. ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് ആണ് ചാണക്യൻ എടുത്തത്. പക്ഷേ ഇപ്പം ചാണക്യൻ എന്നറിയപ്പെടുന്നത് കണ്ടവനെ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ആള് ചാണക്യനാണ് ഈ അർത്ഥത്തിൽ. മാത്രമല്ല എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വല്ലവനെയും പാരവയ്ക്കുന്ന ആളിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശത്രുവിനെ പാരവയ്ക്കുമ്പോൾ ഐ എഗ്രി, അത് ശരിയാണ്. പക്ഷേ മിത്രങ്ങളെ പാരവയ്ച്ച് പാർട്ടിക്കുള്ളിൽ ആളാവുന്നവൻ യോഗ്യനാവുന്നത് എങ്ങനെയാണ്? പക്ഷേ അതാണ് യോഗ്യത. ഞാനും പറയാറുണ്ട് മിടുക്കനാണ് അവൻ. കാരണം ഈ വർക്കിംഗ് ഇക്വേഷൻ ഇതാണെന്ന് എനിക്കറിയാം. ആ സമവാക്യത്തിനുള്ളിൽ അവൻ യോഗ്യനാണ്. ബട്ട് ധാർമ്മികമായിട്ട് നോക്കിയാൽ ഇതൊന്നും യോഗ്യതയല്ല. അപ്പോൾ അത് ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തുറന്നെഴുതാം. ഐ ആം ഡിസപ്പോയിൻറ്റഡ് ബൈ ദിസ് ക്യാബിനറ്റ് ഫോർമേഷൻ. വേദനിച്ചു അല്ലേ? ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡിസേർവ് എ ക്യാബിനറ്റ് പോസ്റ്റ്, but definitely I desire one. Therefore, I am disappointed. But nevertheless, I wish all success to my leader Narendra Modi. Thank you. എന്നെഴുതിയാൽ അതൊരു കലക്കൻ പോസ്റ്റാണ്. അതെ, എന്നാലും അതിനകത്തൊരു വേദനയുണ്ട്. വേദനയുണ്ട്. യു എക്സ്പ്രസ് ദാറ്റ് വേദന. എന്താ സുനിൽ, എനിക്ക് മനസ്സിലാവണില്ല. സുനിൽ പറഞ്ഞതിൽ എനിക്ക് വേദനിച്ചു എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റെന്താ? വേദനിക്കേണ്ട കാര്യമില്ലായിരിക്കാം. പക്ഷേ എനിക്ക് വേദനിച്ചു എന്നുള്ള സത്യം എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനത് പറയുന്നത് നിങ്ങൾ നിരോധിച്ചു കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുക? വേദനകൾ കടിച്ചിറക്കി അങ്ങനൊരു ലൈനുണ്ട്. അത് ഈ സിനിമയിലും ഈ മൊത്തം ഈ ഇമോഷണൽ ജീവികളാണ്. ഇമോഷൻ പ്രദർശിപ്പിച്ചാൽ അതും കുഴപ്പമാണെന്ന് പറയുന്നത്. യു ഹാവ് ഇമോഷൻസ്, യു എക്സ്പ്രസ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേദനിക്കാൻ കൂടുതൽ കാരണമുണ്ട്. അദ്ദേഹം തോറ്റുപോയി. തമിഴ്നാട്ടിലെ മുരുകൻ തോറ്റുപോയി. മുരുകൻ മന്ത്രിയായി, അദ്ദേഹത്തെ ആക്കിയില്ല. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ കൂടെ ഉണ്ടായി എന്ന് തോന്നാം. അല്ല, അങ്ങനെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നമുക്ക് പറയാൻ പറ്റും. എൽ മുരുകൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ? വെൻ ഡിഡ് രാജീവ് ചന്ദ്രശേഖർ ബിക്കെയിം എ BJP MP? അപ്പോൾ അത് ഈ പറയൂല്ലോ, സ്വന്തം പല്ലട കുത്തി നാറ്റിക്കണ്ടെന്ന് പറയുന്ന പോലെ അതിനൊന്നും പോകരുത്. കാരണം there were a lot of lateral entries, including Suresh Gopi. Suresh Gopi ഒരു lateral entry ആണ്. Not that he came from bottom. Look at Narendra Modi. Was he not a lateral entry? നരേന്ദ്രമോദി മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ഒരു പദവിയിൽ ഇരുന്നിട്ടില്ല. അതെ അതെ, നേരിട്ട് മുഖ്യമന്ത്രി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, കോർപ്പറേഷൻ ചെയർമാനായി, MLA ആയി, MP ആയി, ഇങ്ങനെയൊന്നുമല്ല. നേരെ മുഖ്യമന്ത്രി മുകളിൽ നിന്ന് നേരെ നൂല് കെട്ടി ഇറക്കിയത്. കസേര വന്നിരിക്കുകയായിരുന്നു. ബട്ട് അതൊരു മോശം കാര്യമാണ്. അല്ല, ഈ പൊളിറ്റിക്സ് ഈ പലപ്പോഴും പോസിബിളായിട്ടുള്ള വഴികളെടുക്കും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. മോദി വരെ അത്ഭുതപ്പെട്ടു പോയി മോദി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ. ഹി ഡിഡിൻ നോ വാട്ട് ടു ഡു. ഈ മഹാഭാവി ഉണ്ടല്ലോ നമ്മളുടെ മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗ്, അയാളന്ന് മുഖ്യമന്ത്രിയാണ് മധ്യപ്രദേശിൽ. മോദി പോലീസിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പുനിയേട്ടാ ഇവിടെ ഭയങ്കര അടിയാണ്, ചേട്ടൻ കുറേ പോലീസിനെ അയച്ചാറ്. ഇയാൾ കൊടുത്തില്ല. റെക്കോർഡുണ്ട് ഇതിനൊക്കെ. മോദിയുടെ റിക്വസ്റ്റും മറ്റേ ആൾ റിജക്റ്റ് ചെയ്തത്. ആൻഡ് ഹി റിക്വസ്റ്റഡ് ഫോർ KPS ഗിൽ, പഞ്ചാബിലെ KPS ഗില്ലിനെ ഫോൺ ചെയ്തു. കാരണം പുള്ളി ലഹളാമർച്ച ചെയ്യുന്ന മിടുക്കനാണ്. പേഴ്സണൽ റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് ABCD അറിയില്ല ഭരണത്തിൻ്റെ, എന്നെ മുഖ്യമന്ത്രിയാക്കി. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് വാട്ട്. മോദി തന്നെ ഇത് പറയുന്നുണ്ട്. അരെ മേ പോലീസ് ഥാന നഹീ ദേഖാ ആജ് തക്.
ഒരു പോലീസ് സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ലേ എന്നെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നു, എന്നിട്ട് നാട് നിങ്ങളെ കലാപവും. ഐ കോൾ KPS ഗിൽ അടുത്ത ഫ്ലൈറ്റിന് അഹമ്മദാബാദിൽ വന്നിറങ്ങി. ആൻഡ് ഹീ ടു കൺട്രോൾ. ഇത് ആർക്കും അറിയില്ല. ഈ ഗുജറാത്ത് കലാപം അടിച്ചമർത്തിയത് KPS ഗില്ലാണ്, പഞ്ചാബിലെ അടിച്ചമർത്തിയതുപോലെ. ബിക്കോസ് KPS ഗില്ലിനറിയാം എവിടെ പിടിച്ചാൽ ആര് ACP ആരാ, DC ആരാ, കമ്മീഷണർ ആരാ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആരാ, ആരാർക്ക് മേളിലാണ്, ഇൻ്റലിജൻസ് ഏതാ, CID ഏതാ, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ഈ കാർന്നൂർക്ക് ഇവിടെ ഒന്നും അറിയില്ലെന്നേ പാവം ചുമ്മാ ഡൽഹിയിൽ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി, എന്നിട്ട് നാടെങ്ങും തീവെപ്പ് നടക്കുന്നു. എന്ത് ചെയ്യാണ്? ഈ മഹാഭാവി ദിഗ്വിജയ് സിംഗ് കുറച്ച് പോലീസിന് കൊടുത്തില്ല, എന്നിട്ട് അദ്വാനി എന്ന് മിലിറ്ററി ഇറക്കിയൊക്കെയാണ് ഇങ്ങനെ രക്ഷപ്പെടുത്തിയത്. സോ വാസ് ഹി നോട്ട് എ ലാറ്ററൽ എൻട്രി എന്ന് ചോദിച്ചാൽ ആണ്. ഹി വാസ് എ ലാറ്ററൽ എൻട്രി. ബട്ട് ഹി ബിക്കെയിം പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹി ഷോസ് ഹിസ് ബർത്ത്നെസ്. പ്രൈം മിനിസ്റ്റർ വെറുതെ അല്ല, റിയൽ പ്രൈം മിനിസ്റ്റർ സ്റ്റഫാണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ മനുഷ്യൻ തെളിയിച്ചു. അപ്പോൾ ലാറ്ററൽ എൻട്രി ഈസ് നോട്ട് സംതിങ് റോങ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈസ് ഓൾസോ ഹി ഹാസ് നോട്ട് ഡൺ എനിത്തിങ് റോങ്. ബട്ട് ഓൺലി തിങ് ഹിസ് ട്വീറ്റ് വാസ് എ മിസ്ലീഡിങ് ട്വീറ്റ്, ഓർ റാദർ he intended to mislead someone, maybe at least for 20 minutes, and then withdraw it and then put another thing. അത് മൊത്തത്തിൽ അത് വേണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് വാർത്തകളിൽ നിന്നറിയാൻ പറ്റി, ഏഷ്യാനെറ്റിൽ ഒഴികെ. അത് ഒരു വാസ് ഇറ്റ് എ ഗുഡ് ന്യൂസ് അബൌട്ട് ഹിം? അതുകൊണ്ടായിരിക്കും ഏഷ്യാനെറ്റ് കൊടുക്കാത്തത്. വാർത്തകളിൽ നിറയുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും നിറയാം. വെൻ യു ആർ ഫോർഗോട്ടൺ ബൈ മീഡിയ, സ്ലോലി യു വിൽ, ആളുകളും മറന്നു തുടങ്ങും നിങ്ങളെ. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്പർ, ഒരു അല്പം അലമ്പാണെങ്കിലും കാണിച്ചിട്ട് വാർത്തയിൽ വരട്ടെ, ലൈം ലൈറ്റിലേക്ക് വരിക. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അതിൻ്റെ ആവശ്യമില്ല. ഹീ ഈസ് ഫ്രഷ് ഇൻ ദ മെമ്മറി ഓഫ് പീപ്പിൾ. തെരഞ്ഞെടുപ്പ് തോറ്റു, അദ്ദേഹം പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് തന്നെ തുടരും, ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ്. ഗ്രേസ്ഫുള്ളായിട്ട് റിയാക്ഷൻ വന്നു. മന്ത്രിസഭാ രൂപീകരണം, ഇദ്ദേഹം മന്ത്രിയാകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു നാണക്കേടോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗ്രാൻഡായിട്ട് അതിൽ പങ്കെടുക്കാം, തുടരാം. പിന്നെ നിങ്ങൾ വിസ്മൃതിയിൽ പോകും തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂസ്. അതല്പം മോശം ന്യൂസ് ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫോർ റേസിങ് ഐബ്രോസ് എല്ലാവരും, ഇൻക്ലൂഡിങ് മോദി. ആരെങ്കിലും മോദിയോട് പറയും ये देखो ना ചന്ദ്രശേഖർ ने क्या लिखा है, क्या लिखा, ठीक है എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ഒരു മൊമെൻറ്റിൽ വേണ്ടായിരുന്നു എന്ന് മോദിക്ക് വരെ തോന്നും. അത് വേണ്ടായിരുന്നു ചെയ്യരുതായിരുന്നു. പക്ഷേ ഞാനൊരു നമ്മൾ മുമ്പൊരു വർത്തമാനത്തിൽ സംസാരിച്ചതാണ്, എന്നാൽ പോലും അത് ഏഷ്യാനെറ്റ് മാത്രം കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? അത് വിളിച്ചു പറഞ്ഞാണ്, നിങ്ങൾ കൊടുക്കണ്ട, കേൾക്കൂലെന്ന് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഈ മോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നാണ് പുള്ളി പറയുന്നത്. അല്ല, അത് നിവൃത്തിയിടുകൊണ്ട് പറഞ്ഞു. ഈ പറഞ്ഞതൊന്നും അതിൻ്റെ മുഖവിലയ്ക്കൊന്നും എടുക്കണ്ട, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിന്ന് പിഴയ്ക്കാൻ അങ്ങനെ പറഞ്ഞു. ബട്ട് ഇതല്ലാതെ വേറൊരു കാര്യം ഞാൻ കാണുന്നില്ല, കാരണം മറ്റെല്ലാ ചാനലും ഇത് കാണിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ മനോരമ ഉൾപ്പെടെ 1-ാം പേജ് വാർത്തയാണ്. ഏഷ്യാനെറ്റ് അത് കാണിച്ചില്ല വാർത്ത. ഇദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തതും കാണിച്ചില്ല, എടുത്തു മാറ്റിയെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ എടുത്തു മാറ്റിയത് മാത്രം എന്തോ ഒരു ചെറിയ വാർത്തയായിട്ട് പോകുന്നതാണല്ലോ. നെവർതിലെസ് ഞാൻ 24 മണിക്കൂർ ഏഷ്യാനെറ്റ് നോക്കിയിരിക്കുന്ന ആളൊന്നുമല്ല. ഇത് ചിലപ്പോൾ അവർ ചെയ്തും ഇതൊക്കെ കാണും. പക്ഷേ എല്ലാ ചാനലിലും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏഷ്യാനെറ്റ് നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ഫോർ 10-15 മിനിറ്റ്സ് ഐ വാസ് വാച്ചിങ് ദിസ്. അപ്പോൾ ബാക്കി എല്ലാ ചാനലിലും അത് കാണിച്ചുകൊണ്ടിരുന്നു, ബട്ട് ഏഷ്യാനെറ്റ് കാണിച്ചില്ല. അപ്പോഴാണ് എനിക്കതിനകത്തൊരു അസ്വാഭാവികത തോന്നിയത്. ബട്ട് ഇറ്റ് ഈസ് അപ് ടു ചന്ദ്രശേഖർ ആൻഡ് ഏഷ്യാനെറ്റ്. അവരുടെ റിലേഷൻസ് അത്ഭുതകരമായ, വിസ്മയകരമായ റിലേഷൻസ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഐ വിൽ നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. ഐ ബിലീവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മുഖവിലേക്ക് ഞാൻ എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റേൺ വരുത്തിയ തെറ്റ്. ബട്ട് പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ ഇത്തരം വാക്കുകളടങ്ങിയ ഒരു ട്വീറ്റ് അതിൻ്റെ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇൻറ്റേൺ വരുത്തിയ തെറ്റ് എന്ന് പറയുന്നു, നിങ്ങൾ തിരുത്തുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനൊരു ട്വീറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി അല്ല അത്. ദെർഫോർ വി സസ്പെക്ട് യുവർ ഇൻറ്റൻഷൻസ്. അത്രയും നിഷ്കളങ്കമൊന്നുമല്ല, അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.